മീ മെറീന ജോബി. വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് നമുക്ക് വന്നിട്ട് സർപ്രൈസ് ടെസ്റ്റുകൾ നടത്താറുണ്ടല്ലേ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇടയ്ക്കൊക്കെ ടീച്ചേഴ്സ് വന്നിട്ട് സർപ്രൈസ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഈ ടീച്ചേഴ്സ് വന്നിട്ട് സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ വേണ്ടി പോകുമ്പോൾ പേനയും പേപ്പർ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കാം? പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ട് പോർഷൻ തന്നിട്ട് നമ്മൾ പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, പൊട്ടി പാളീസാവാറാണ് പതിവ്. പിന്നെയാണ് സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ടീച്ചറിനൊന്നും വേറെ പണിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് പേനയും പേപ്പറൊക്കെ എടുത്ത് എഴുതും. ഇതുപോലെ തന്നെ ഒരു പ്രൊഫസർ വന്നിട്ട് ഒരു കോളേജിലെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവാന്ന്. കുട്ടികൾ നമ്മൾ സാധാരണ വിചാരിക്കണ പോലെ തന്നെ അവർ വിചാരിച്ചു. പിന്നെ ഇപ്പം അങ്ങോട്ട് മറക്കി എക്സാം എഴുതിയാലേ, ഇനി പറയാതെ നടത്തിയ ടെസ്റ്റ് അല്ലേ, പൊട്ടിയാലും വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ഒരു വലിയൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തു. അതിൻ്റെ അകത്ത് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിനെ പറ്റിയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെ അവർക്ക് ഒരു മാർക്കർ വെച്ചിട്ട് ഒരു ചെറിയൊരു റൗണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഇട്ടത് മാത്രമാണ് കാണാൻ പറ്റിയത്. അപ്പോൾ കുട്ടികളെല്ലാവരും അതിശയിച്ചു, ഇതെന്താണ് സംഭവം, ഇതിനെപ്പറ്റി നാളെ എന്തിട്ട് എഴുതാനാണ്. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, 10 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സമയം, മാക്സിമം നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളെല്ലാം എഴുതുക, അത് കഴിഞ്ഞിട്ട് ഞാനത് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തണ്ണീർമത്തലിലെ ജയ്സാഫിനെ പോലുള്ള വലിയ പഠിപ്പിസ്റ്റുകൾ എഴുതാൻ തുടങ്ങി. എന്തെഴുതി? അതൊരു കറുത്ത ഡോട്ടാണ്, സെൻറ്ററാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിക്കും നല്ല ഭയങ്കര പഠിപ്പിസ്റ്റുകളൊക്കെ വിചാരിച്ച് എഴുതി. ഇത് ഏകദേശം ഇത്ര മില്ലിമീറ്റർ ഡയമീറ്റർ ഉണ്ട്, അതിന് ഇത്ര മില്ലിമീറ്റർ റേഡിയസ് ഉണ്ട്, അത് ഏകദേശം അതിൻ്റെ സെൻറ്റർ ഓഫ് ദ പേപ്പറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഫസർ ആ പേപ്പേഴ്സ് എല്ലാം തിരിച്ചു വാങ്ങിച്ചു. അതായത് ആൻസർ ഷീറ്റുകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കിടാൻ തുടങ്ങി. കുട്ടികളെല്ലാം ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട്. കാരണം അവർക്ക് ഭയങ്കര അപ്രതീക്ഷിതമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാരണം അവർ ടെക്സ്റ്റിലെ പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ കിട്ടിയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഫസർ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ എഴുതിയേക്കാണ്, സെൻറ്റർ ഓഫ് ദ പേജ് ആണ്, പിന്നെ ബ്ലാക്ക് ഡോട്ടാണ്, പിന്നെ അത് കറുപ്പ ഏറ്റവും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്. എല്ലാവരും തന്നെ എഴുതിയിരിക്കുന്നത് ആ പോയിന്റ് ഓഫ് ഡോട്ടിനെ, ആ നടുക്കിട്ടേക്കുന്ന ആ റൗണ്ട് ചെറിയ ആ പോയിന്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫസർ പറഞ്ഞു, ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വൈറ്റ് പോർഷൻസ് ഉണ്ട്. അതായത് വൈറ്റ് പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിനെ, നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളെയാണ്. പക്ഷെ നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ നടുക്കുള്ള ആ ചെറിയ ഡോട്ടിനെ മാത്രമാണ്, അതായത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. അതായത് നമ്മൾ മാക്സിമം നമ്മൾ പോസിറ്റീവ് അതായത് എപ്പോഴും നെഗറ്റീവ് കണ്ടുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ബോധോദയം വെച്ചു. ശരിക്കും നമ്മളും അങ്ങനെയല്ലേ? നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കറുത്ത ഡോട്ടുകളാണ് ഫോക്കസ് ചെയ്യാറ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ചുറ്റുള്ള കുറേ നല്ല കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ചെറിയ കുഞ്ഞു കുത്തൊക്കെ അല്ലേ, അത് നെഗ്ലക്റ്റ് ചെയ്തേക്കുക, അത് അവോയ്ഡ് ചെയ്തേക്കുക, അതിനെ മൈൻഡ് ചെയ്യേണ്ട, അത് അവിടെയൊക്കെ നിന്നോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫിൽ എവിടെയൊക്കെ പോസിറ്റീവ് ഉണ്ടോ അത് കാണാൻ ശ്രമിക്കുക, ഈ നെഗറ്റീവിനൊക്കെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, ഇനി പോയാലോ നമ്മുടെ റെസിപ്പിയിലോട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈസി കറിയാണ്. അതായത് പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കൊക്കെ ചോറിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. വെണ്ടയ്ക്ക, തക്കാളി, പാൽ പിഴിഞ്ഞത്. നമ്മൾ തേങ്ങയുടെ പാലെടുക്കുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും വേവാൻ വേണ്ടി എത്ര സമയം വേണം നമുക്കറിയാമല്ലോ, വളരെ കുറച്ച് സമയം മതി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ടേസ്റ്റിന് യാതൊരുവിധ കുറവില്ല. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അച്ചാറോ മെഴുക്കുവരട്ടിയോ കൂടെ ഉണ്ടെങ്കിൽ ഉച്ചത്തെ ഊണ് കുശാലായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി കറി റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വെണ്ടയ്ക്ക ഒരു 15 എണ്ണം വലിയ പീസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി,
മീഡിയം സൈസായുള്ളത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു 1.5 ടേബിൾ സ്പൂൺ. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. കടുക് ഒരു ടീസ്പൂൺ. പിന്നെ ഒരു 2 ഇതൾ കറിവേപ്പില. പിന്നെ വേണ്ടത് പച്ചമുളക് 2 നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് 2 ഉണക്കമുളക് ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയെടുത്തത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ ഫസ്റ്റ് പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി വെണ്ടയ്ക്ക തക്കാളി കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൻ ചൂടാൻ വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് അപ്പം തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റുക. അധികം ഇങ്ങനെ വഴന്ന് ബ്രൗൺ കളറാവുന്നതും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവോള ഇതേ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ 2ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വെണ്ടയ്ക്ക് ഒരു 3/4 വേവാവുന്നവരെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് വെണ്ടയ്ക്ക് വെന്തോന്ന് നോക്കുക. ഒരു 3/4 വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ പാകത്തിന് തേങ്ങാപ്പാലിനും വെണ്ടയ്ക്കും ആവശ്യമായ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പം ഞാനിത് മൂടി വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക വെന്തോന്ന് തുറന്നു നോക്കാം. വെണ്ടയ്ക്ക് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് വേവിക്കണം. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. തക്കാളി 1 മിനിറ്റ് വെന്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കുക്കായിക്കോളും. ബാലൻസ് കറി റെഡിയായി കഴിയുമ്പോൾ എടുത്ത് വെക്കുമ്പോൾ ആ ചൂടിലിരുന്ന് ബാലൻസ് കൂടി കുക്കായിക്കോളും. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെന്തോന്ന് തുറന്നു നോക്കാം. തക്കാളിയും ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറിയ തള വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേക്കും കറി നല്ല തിക്കാവും. ആദ്യത്തേക്കായും നല്ല തിക്കായി വരും. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി പാൽക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ചെറിയ താളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുക. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.